ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കസുംബരി. അതൊരു കന്നഡിക സാലഡാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണിത്. ഇതിന് വേണ്ടത് കുരുകുരാന്നരിഞ്ഞ മല്ലിയില, പിന്നെ ഒരു കുഞ്ഞു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു അര കുക്കുംബർ കുരുകുരാന്നരിഞ്ഞത്, പിന്നെ ലേശം പോമിഗ്രാനൈറ്റ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് 2 hours സോക്ക് ചെയ്ത് ചെറുവയറ്റിൻ പരിപ്പും ഉഴുന്നുപരിപ്പുമാണ്. പിന്നെ ചിരകിയ തേങ്ങ അല്പം. ഞാൻ പറഞ്ഞ പോലെ സാലഡ് ആയതുകൊണ്ട് തന്നെ റോ ഐറ്റംസ് ആണ്, പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഉണ്ടാക്കാനും ഒരു പാടില്ല. പിന്നെ ഉള്ളത് ഒരു നാരങ്ങയുടെ നീര്. ഇത്ര ഐറ്റംസ് എടുക്കുക. 2 hours സോക്ക് ചെയ്ത, ഞാൻ പറഞ്ഞ 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ചെറുവയറ്റിൻ പരിപ്പ് നമ്മൾ മിക്സ് ചെയ്യുന്ന ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് ഉഴുന്ന് പരിപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിരകിയ തേങ്ങ ലേശം കടിക്കുമ്പോൾ ആ ഒരു രസത്തിന് വേണ്ടിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ്, ഒരു കുഞ്ഞു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഒരു 4 പേർക്കുള്ള സാലഡാണ്. പിന്നെ ഒരു അര കുക്കുംബർ കുരുകുരാന്നരിഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പിന്നെ നമ്മൾ എടുത്ത് വച്ചേക്കുന്ന പോമിഗ്രാനൈറ്റിൻ്റെ പോമിഗ്രാനൈറ്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. കടിക്കുമ്പോൾ ആ ഒരു മധുരം ആ ഒരു രസത്തിന് വേണ്ടി ചേർക്കുന്നത്. ശരിക്കും കസുംബരിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒന്നും അല്ല. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ജ്യൂസ് അടിക്കാൻ എടുത്ത് വച്ചേക്കുന്നതിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് ഇതിന് വേണ്ടിയിട്ട്. ഇത്ര നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നാരങ്ങ നീര്, ഒരു വലിയ നാരങ്ങയുടെ മുഴുവൻ നീരുമുണ്ട്. പുളി കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് രുചിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ നാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി അതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പൊതുവേ കസുംബരി എനിക്കിപ്പോൾ തന്നെ സെർവ് ചെയ്യാനുള്ളതാണ്. പൊതുവേ കസുംബരി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ തടുക്ക ചെയ്ത് കഴിഞ്ഞ് മാറ്റി വെച്ച്, തടുക്ക നമ്മൾ ചെയ്യുമ്പോൾ നോർമൽ നമ്മുടെ സാധാരണ കടുക് വറക്കില്ലേ, കടുകും കറിവേപ്പിലയും മാത്രം, അത് രണ്ടും മാത്രം ധാരാളം മതി. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. ഞാനിപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായത് കാരണം അതിനോടൊപ്പം തന്നെ ഉപ്പ് ചേർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഹെൽത്തിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.